ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കി ഇന്ന് വിഷു. നല്ല നാളിന്റെ സമൃദ്ധിയിലേക്ക് കണി കണ്ടുണർന്ന മലയാളികൾ. നാടെങ്ങും കൊന്നപ്പൂ തിളക്കം. കണിക്കൊപ്പം കൈനീട്ടവും നൽകി നാടും നഗരവുമെല്ലാം വിഷു ആഘോഷത്തിന്റെ തിരക്കിലാണ്. സമ്പന്നമായ നമ്മുടെ കാർഷിക സംസ്കാരത്തെ വീണ്ടെടുക്കുന്നതിന്റെ അനിവാര്യത ഈ വിഷു ആഘോഷം നമ്മെ ഓർമ്മിപ്പിച്ചാണ് കടന്നു വന്നത്. വൈവിധ്യങ്ങളുടെയും ബഹുസ്വരതയുടെയും കളിത്തൊട്ടിലാണ് നമ്മുടെ നാട്. എല്ലാ വിഭാഗത്തിലുള്ളവർ ഒരുമിച്ച് ആഘോഷിക്കുന്നവയാണ് വിഷു അടക്കമുള്ള നമ്മുടെ ഉത്സവങ്ങൾ. നമ്മുടെ ഒരുമയെയും ഐക്യബോധത്തെയും ഊട്ടിയുറപ്പിക്കുന്നതിന്റെ വിളംബരമാവട്ടെ ഈ വർഷത്തെ വിഷു ആഘോഷങ്ങൾ. ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും ഉത്സവം. കേരനാടിന്റെ കാർഷിക സമൃദ്ധിയുടെ പെരുമ. വിളവെടുപ്പ് കഴിഞ്ഞ് വീട് തേടിയെത്തുന്ന കാർഷിക വിളകളിൽ പട്ടിണിയില്ലാതെ നല്ലൊരു നാളുകളെ പ്രതീക്ഷിക്കുന്ന പൊൻകൊന്നയൊരുക്കി പ്രകൃതി പോലും സ്വാഗതമരുളുന്ന വിഷു. ലോകത്തിന്റെ ഏത് കോണിലായാലും മലയാളിക്ക് വിഷു നാട്ടിലേക്ക് മനസ്സുകൊണ്ടെങ്കിലും എത്തി നോക്കാനുള്ള അതിദാഹമാണ്. വിഷു എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു സൂപ്പർ സിനിമാറ്റിക് ഫെയിമുണ്ട് മലയാളിക്ക്. കുലുംകുത്തി പൂക്കുന്ന കണിക്കൊന്ന, കാഴ്ച കിടക്കുന്ന ഫലവൃക്ഷങ്ങൾ, പാടത്ത് വള്ളിയിൽ കുരുത്ത് ഇലകൾക്ക് പിന്നിൽ നിന്ന് വെളിച്ചത്തു വരുന്ന കണിവെള്ളരികൾ, ഒതേനക്കുറുപ്പിന്റെ വീരഗാഥ പാടിയെത്തുന്ന പാണനാരെ പോലെ വിഷുവിന്റെ വരവറിയിച്ച് വിരുന്നെത്തുന്ന വിഷുപക്ഷികൾ, പിന്നെ വിഷുക്കണിയും കോടിയും കൈനീട്ടവും സദ്യയും, മൊത്തത്തിൽ ഗൃഹാതുരതയുടെ ഒരു പവർ പാർക്ക് കൂടിയാണ് വിഷു. മേടമാസം 1-ാം തീയതിയാണ് വിഷു, അതായത് പുതുവർഷാരംഭം. വിഷുവും കൃഷിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം പണ്ട് എന്ന് വെച്ചാൽ വളരെ പണ്ട് നിലനിന്നിരുന്ന കാർഷിക കലണ്ടർ പ്രകാരമാണ് മേടം 1 വർഷാരംഭമായി കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷുവിന് ആണ്ടുപിറപ്പെന്നൊരു ചൊല്ലപ്പേര് കൂടിയുണ്ട്. വിഷുക്കണിയും കൈനീട്ടുമൊക്കെയായി വിഷു ആഘോഷ ലഹരിയിലാണ് മലയാളികൾ. നിറയെ കായ്കനികളും പൂക്കളും കോടിമുണ്ടും ദൈവാനുഗ്രഹവും നിറഞ്ഞു കത്തുന്ന നിലവിളക്കും വെച്ചൊരുക്കിയ വിഷുക്കണി പ്രതീക്ഷയുടെ പ്രതീകമാണ്. ഓരോ തവണയും കാണുന്ന വിഷുക്കണിയെ ആശ്രയിച്ചാണ് ആ വർഷാരംഭം അത്രയും എന്നാണ് വിശ്വാസം. കാർഷിക ഉത്സവം ആയതുകൊണ്ട് തന്നെ കണിയിലെ പ്രധാനികളൊക്കെ കാർഷിക വിളകളാണ്. ഓണം കഴിഞ്ഞാൽ മലയാളികൾ ആഘോഷിക്കുന്ന പ്രധാന ഉത്സവം കൂടിയാണ് വിഷു. നരകാസുരന്റെ ഉപദ്രവത്താൽ ത്രിലോകങ്ങളും കഷ്ടത്തിലായ സമയം ശ്രീകൃഷ്ണനും സത്യഭാമയും ഗരുഡനായെത്തി നരകാസുരനെ വധിച്ച കൃഷ്ണയുദ്ധം ജയിച്ചു. നരകാസുരനെ വധിച്ചതിന്റെ ആഘോഷമായി വിഷു കണക്കാക്കപ്പെടും. മനസ്സുകൾ തമ്മിലുള്ള ഇഴയെടുപ്പം കൂടുതൽ ദൃഢമാക്കുക കൂടിയാണ് വിഷു. പുലർച്ചെ എഴുന്നേറ്റുള്ള കണി കാണലും കുടുംബത്തിലെ തലമൂത്തവരിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കലുമൊക്കെ കുടുംബത്തിനകത്ത് ഇമ്പം കൂട്ടുന്നു. പ്രിയപ്പെട്ടവർക്ക് ആശംസ അറിയിക്കുന്നതും അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. വിഷു പ്രതീക്ഷയുടെ പ്രതീകമാണ്. തിന്മയ്ക്ക് മേൽ നന്മയുടെ വിജയം നേടിയതുകൂടിയാണ് വിഷു. ഇടുക്കി വിഷന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ നാളുകൾ ആശംസിച്ചുകൊണ്ട് കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.